ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ പോർഷൻ നോക്കാം. ദാറ്റ് ഈസ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് GST. സെക്ഷൻ 35 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓണർ ഓഫ് എ ബിസിനസ്, വെയർഹൗസ് ഓപ്പറേറ്റർ ആൻഡ് എവറി ട്രാൻസ്പോർട്ടർ ആർ റെസ്പോൺസിബിൾ ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ്, ബുക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ആർ സ്പെസിഫൈഡ് ഇൻ ദ ആക്ട്. GST ഡിപ്പാർട്ട്മെൻറ്റ് ensures compliance of the act through scrutiny of returns, audit or investigation. ഇപ്പോൾ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എല്ലാ ബിസിനസ് ഓണേഴ്സും, വെയർഹൗസ് ഓപ്പറേറ്റേഴ്സ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് നടത്തുന്ന ആൾക്കാരായിക്കോട്ടെ, ഹൂവർ മേ ബി, അവരെല്ലാം അവരുടെ നടത്തുന്ന ബിസിനസ്സിൻ്റെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ റെസ്പോൺസിബിളാണ്. ഓക്കെ, ആ ബുക്സ് എന്താണോ നമുക്ക് നിയമപ്രകാരം കംപ്ലൈ ചെയ്യേണ്ട റെക്കോർഡ്സ് ഏതൊക്കെയാണോ അത് ആക്റ്റിൽ പറയുന്നതിനനുസരിച്ചുള്ള ബുക്സാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത്, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ റെക്കോർഡ്സ് എല്ലാം പരിശോധിക്കാനും പുനഃപരിശോധന നടത്താനും എല്ലാം ഉള്ള അവകാശം ഈ പറഞ്ഞ ഓഡിറ്റർക്കും GST ഓഡിറ്റർക്കും ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനുണ്ട്. അപ്പോൾ അവർക്ക് മതിയായ രേഖകൾ എപ്പോഴും ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫ് റെക്കോർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആർ: ഫസ്റ്റ് വൺ, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ അറ്റ് ഹിസ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്. അപ്പോൾ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് അക്കൗണ്ട്സ് ഉണ്ട്. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും അവരുടെ ബിസിനസ് പ്ലേസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് റെക്കോർഡ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് വൺ, ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട്സ് ഓഫ്. എല്ലാം എന്തായിരിക്കണം? ട്രൂ ആൻഡ് കറക്റ്റ് ആയിരിക്കണം. എല്ലാ അക്കൗണ്ട്സും തെറ്റില്ലാത്ത എറർ ഫ്രീ ആയിട്ടുള്ളതായിരിക്കണം, ട്രൂ ആയിരിക്കണം. അങ്ങനത്തെ ഈ പറഞ്ഞ അക്കൗണ്ട്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്താണ്? മാനുഫാക്ചർ ഓഫ് ഗുഡ്സ്, ഇൻവാർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ്, ഔട്ട്പുട്ട് ടാക്സ് പെയ്ഡ്, പേയബിൾ, ദ പ്രിസ്ക്രൈബ്ഡ് പെർട്ടിക്കുലേഴ്സ് ഒക്കെ എന്താണ്? ഇതെല്ലാം ഇലക്ട്രോണിക്കലി നമ്മുടെ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലേ? എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് റിക്വയർഡ് ടു കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ അതർ ഡോക്യുമെൻറ്റ്സ് ആസ് പെർ റൂൾ 56. റൂൾ 56 പ്രകാരം പിന്നെ വേറെ കുറച്ച് റെക്കോർഡ്സ് കൂടി പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എ ട്രൂ ആൻഡ് കറക്റ്റ് അക്കൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ടഡ് ആൻഡ് എക്സ്പോർട്ടഡ്. എക്സ്പോർട്ട് ചെയ്തതിനും ഇമ്പോർട്ട് ചെയ്തതിൻ്റെയും കണക്ക്, പിന്നെ ടാക്സ് ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ, ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്, സ്റ്റോക്ക് രജിസ്റ്റർ ഓഫ് ഗുഡ്സ് ഷോയിങ് റെസീറ്റ്, സപ്ലൈ ഓഫ് ഗുഡ്സ്, ലോസ്റ്റ് ആൻഡ് ബാലൻസ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഏതൊക്കെ റെക്കോർഡ്സാണെന്ന് നമ്മൾ ഓൾറെഡി എല്ലാ ക്ലാസ്സുകളിലും പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ റെക്കോർഡ്സ് ഓഫ് അഡ്വാൻസ് റിസീവ്ഡ്, അഡ്വാൻസ് പെയ്ഡ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് ദെറിൻ. ഓക്കെ, പിന്നെ റെക്കോർഡ് ഓഫ് ടാക്സ് പേയബിൾ, കളക്റ്റഡ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിംഡ്. ഓക്കെ, ഇതൊക്കെ റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സപ്ലയർ ടു ഹൂം ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈഡ് ഓർ ഫ്രം ഹൂം ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ റിസീവ്ഡ്. ഓക്കെ, ഇതിൻ്റെ എല്ലാം റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ പറയുന്നത് മാനുഫാക്ചറർ, എല്ലാ മാനുഫാക്ചേഴ്സും എന്ത് ചെയ്യണം? മന്ത്ലി പ്രൊഡക്ഷൻ അക്കൗണ്ട് കണ്ടെയ്നിങ് റോ മെറ്റീരിയൽസ് ഓർ സർവീസസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് പ്രോസസ്, ഗുഡ്സ് മാനുഫാക്ചേർഡ്, വേസ്റ്റഡ് ആൻഡ് ബൈ പ്രോഡക്ട്സ്. അതായത് മാനുഫാക്ചർ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണത് പറയുന്നുണ്ട്. അവരെത്ര റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ എത്ര സർവീസസ് യൂസ് ചെയ്തു, എന്തൊക്കെയാണ് മാനുഫാക്ചറിങ് പ്രൊസീജിയർ നടത്തിയത്, എത്ര ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തു, അതിൽ വേസ്റ്റ് എത്ര ഉണ്ട്, അതിൻ്റെ ബൈ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാ ഇവരെ മന്തിൻ്റെയും മാനുഫാക്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. രജിസ്റ്റേർഡ് സപ്ലയർ ഓഫ് സർവീസ് എന്ത് ചെയ്യണം? ഗുഡ്സ് യൂസ്ഡ് ഇൻ ദ പ്രൊവിഷൻ ഓഫ് സപ്ലൈ. എന്തൊക്കെ ഗുഡ്സാണ് സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചത്? ഇൻപുട്ട്, സർവീസ് യൂട്ടിലൈസ്ഡ്, സർവീസ് സപ്ലൈഡ്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ട്രാൻസ്പോർട്ടർ ആണെന്ന് വെച്ചാൽ റൂൾ 58 പ്രകാരം ഗുഡ്സ് എത്ര ട്രാൻസ്പോർട്ട് ചെയ്തു, ഗുഡ്സ് എത്ര ഡെലിവർ ചെയ്തു, പിന്നെ ഗുഡ്സ് സ്റ്റോർ ഇൻ ദ ട്രാൻസിറ്റ് വിത്ത് GSTN ഓർ കൺസൈനി. അപ്പോൾ ഈ പറഞ്ഞ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തത്, ഡെലിവർ ചെയ്തത്, സ്റ്റോർ ചെയ്തത്, കൺസൈൻമെൻറ്റ്, ഓൺ ട്രാൻസിറ്റ്, ഓൺ ദ വേ, എല്ലാത്തിൻ്റെ റെക്കോർഡ്സും ട്രാൻസ്പോർട്ടർ കീപ്പ് ചെയ്യണം. പിന്നെ ഓണർ ഓർ ഓപ്പറേറ്റർ ഓഫ് ഗോഡൗൺ ഓർ വെയർഹൗസൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് വെച്ചാൽ എന്ത് ചെയ്യണം? റെസീപ്റ്റ് ഓഫ് ഗുഡ്സ്, പിന്നെ മൂവ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ. എത്ര ഗുഡ്സ് പോകുന്നുണ്ട്, എത്ര നമ്മൾ വിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗോഡൗണിൽ മൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗുഡ്സ് റിമെയിൻഡ് ഇൻ ദ വെയർഹൗസ്, എത്ര ഇനി റിമെയിൻ ചെയ്യുന്നുണ്ട് വെയർഹൗസിൽ. ഈ പറഞ്ഞ ബുക്സ് എല്ലാം every operator, the operator of go down or warehouse have to be maintained. അപ്പോൾ അതാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ടു ബി കെപ്റ്റ് ബൈ ദ മാനുഫാക്ചറർ, ബിസിനസ് മാൻ
or the transporter or the service provider, manufacturer, whoever may be. ഓക്കെ, സെക്ഷൻ 35 പ്രകാരം മാൻഡേറ്ററി ആയിട്ട് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട്സ് ആണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, അക്കൗണ്ട്സ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ ഷുഡ് ബി കെപ്റ്റ് അപ് ടു 60 years. അപ്പോൾ എല്ലാ വർഷത്തെയും ഒരു 6 വർഷത്തെ എപ്പോഴും നമ്മൾ ബാക്കിലേക്കുള്ള റെക്കോർഡ്സ് എപ്പോഴും കയ്യിൽ വശം തന്നെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ.